ഓക്കെ. ഇവിടെ പറയുന്നുണ്ട് KKJ എന്ന കമ്പനിയുടെ പേര്. ഇവർ തമിഴ്നാടാണ്. ഇവരുടെ ആ, മെയ് മന്തിന്റെ ഇത് റിസീപ്റ്റ്സ് ഓൺ ഔട്ട്വേർഡ് സപ്ലൈ ആണ്. അതായത് അവരുടെ സെയിൽസ് ഡീറ്റെയിൽസ് പറയുന്നത് ഇവിടെ. ഇതിൽ പറയുന്ന ഇൻട്രാ ഇന്റർ സ്റ്റേറ്റ്, ഇതിൽ പറയുന്ന ഈ എമൗണ്ട് സെയിൽ എമൗണ്ട് ആണ്. GST എക്സ്ക്ലൂസീവ് ആണ്. അതായത് ഈ എമൗണ്ടിന്റെ കൂടെ എന്ത് ചെയ്യുക, GST എമൗണ്ട് ആഡ് ചെയ്യണം. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് ടാക്സ് കിട്ടും അല്ലേ? പിന്നെ അടുത്ത് നമുക്ക് ഇവിടെ പറയുന്നുണ്ട് റേറ്റ് ഓഫ് GST അസ്യൂം ചെയ്യുക 18 ആണ് റേറ്റ് ഓഫ് ടാക്സ് വരുന്നത്. CGST 9, SGST 9 അങ്ങനെ എടുക്കുക. then ഇവിടെ അവരുടെ ആ ഒരു മന്ത് നടന്ന ഇൻവേർഡ് സപ്ലൈ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അതായത് ഇവിടെ പറയുന്നുണ്ട് ആ കമ്പനിയുടെ ആ ഫാക്ടറി എംപ്ലോയീസ് അവരുടെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം കമ്പനി അടയ്ക്കുന്നുണ്ട്. അത് കമ്പനി പോളിസി പ്രകാരം, കമ്പനിയുടെ പോളിസി അങ്ങനെയാണ്, അവരുടെ ഫാക്ടറി എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് പ്രീമിയം എടുക്കുന്നുണ്ട്, അത് അടയ്ക്കുന്നുണ്ട്. അപ്പൊ അത് അടച്ച ഇനത്തിൽ അവർക്ക് ഈ 12,000 CGST SGST ഇൻപുട്ട് ടാക്സ് കാണുന്നുണ്ട്. അപ്പൊ അത് ക്ലെയിം എടുക്കാൻ സാധിക്കുമോ? അവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു കമ്പനി അവരുടെ പോളിസി അങ്ങനെയാണ്. പക്ഷേ LIC എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക, ഒരു ലോ പ്രകാരം ഒബ്ലിഗേഷൻ ആണ് എംപ്ലോയർക്ക്. നമ്മുടെ എംപ്ലോയിക്ക് ഇൻഷുറൻസ് കൊടുക്കണം എന്നുള്ളത് ഒരു ലോ പ്രകാരം ഒബ്ലിഗേറ്ററി ആണെങ്കിൽ എന്ത് കിട്ടും? ഇൻപുട്ട് ക്ലെയിം കിട്ടും. സോ ഇവിടെ അങ്ങനെയൊന്നും എടുത്ത് പറയുന്നില്ല. ഒരു കമ്പനിയുടെ പോളിസി അങ്ങനെയാണ് എന്നേ ഉള്ളൂ. സോ അതുകൊണ്ട് ഇത് സെക്ഷൻ 17 സബ്സെക്ഷൻ 5 വരുന്ന ഇൻഎലിജിബിൾ ഇൻപുട്ട് ആണെന്ന് മനസ്സിലാക്കണം. അവിടെ ഒരു ലോ പ്രകാരം ഒബ്ലിഗേഷൻ ഉണ്ട് എംപ്ലോയർക്ക്, അങ്ങനെയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കൊടുത്ത ഇൻഷുറൻസിന് കൊടുത്ത ഇൻപുട്ട് GST തിരിച്ച് ക്ലെയിം എടുക്കാൻ സാധിക്കും. അപ്പൊ ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അടുത്ത് പറയുന്നു വർക്ക് കോൺട്രാക്ടേഴ്സ് സർവീസ് ആണ്. എന്തിനു വേണ്ടി യൂസ് ചെയ്തു? റിപ്പയർ ആൻഡ് റിനോവേഷൻ ഓഫ് ഫാക്ടറി ബിൽഡിംഗ് ആണ്. അപ്പോൾ ഫാക്ടറി ബിൽഡിംഗ് എന്ന് പറയാൻ നമുക്കറിയാം ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണ്. അപ്പോൾ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കൺസ്ട്രക്ഷൻ ബന്ധപ്പെട്ട ഇൻപുട്ട് ക്ലെയിം എടുക്കാൻ പാടില്ല എന്നാണ് 17(5) ബ്ലോക്ക്ഡ് ITCയിൽ പറയുന്നത്. പക്ഷേ അവിടെ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ഒരു ക്യാപിറ്റൽ നാച്ചുറൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ആണ് ക്ലെയിം ചെയ്യാൻ പറ്റാത്തത്. അതൊരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാം. എന്ന് പറഞ്ഞാൽ ആ ഒരു എക്സ്പെൻസ് നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയി കാണിക്കുന്നുണ്ടെങ്കിൽ അത് റവന്യൂ നാച്ചുറൽ എക്സ്പെൻസ് ആണ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ക്ലെയിം ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇവിടെ എടുത്തു പറയുന്നുണ്ട്, ഇങ്ങനെയുണ്ടായ ഈ ഒരു എക്സ്പെൻസ് അത് എന്ത് ചെയ്യുന്നുണ്ട്? ഡെബിറ്റഡ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാ പറയുന്നത്. സോ എന്ത് ചെയ്യാൻ പറ്റും? അത് റവന്യൂ നാച്ചുറൽ എക്സ്പെൻസ് ആണ്, അത് ക്ലെയിം ചെയ്യാൻ സാധിക്കും. അത് ബ്ലോക്ക്ഡ് ITC അല്ല. സോ നെക്സ്റ്റ് പറയുന്നു ഔട്ട്ഡോർ കേറ്ററിംഗ് ആണ്. നമ്മുടെ ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. സോ അതിനു വേണ്ടി ഫുഡ് അറേഞ്ച് ചെയ്യുന്നു. ഔട്ട്ഡോർ കേറ്ററിംഗ് സർവീസ് റിസീവ് ചെയ്തു. സോ ഉറപ്പായിട്ടും അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, അത് ബ്ലോക്ക്ഡ് ലിസ്റ്റ് ആണ്. ഓക്കെ. ദെൻ ഒരു മെഷീൻ പർച്ചേസ് ചെയ്തു. സാധാരണ മെഷീനൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ. എന്നാൽ നമ്മൾ ആ മെഷീൻ നമ്മുടെ സ്ഥാപനത്തിലേക്ക് റിസീവ് ചെയ്യണമെന്ന കണ്ടീഷനൊക്കെ ഉണ്ട്. സെക്ഷൻ 16 സബ്സെക്ഷൻ 2 പ്രകാരം നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്താൽ ആ ഗുഡ്സ് നമ്മൾ റിസീവ് ചെയ്യണം എന്നുണ്ട്. അപ്പൊ ആ പോയിന്റ് വെച്ച് അവിടെ പറയുന്നേ, മെഷീൻ പർച്ചേസ് ചെയ്തു, പക്ഷെ ആ മെഷീൻ എന്താ ചെയ്തേ? നമ്മുടെ ജോബ് വർക്കറിന്റെ സ്ഥലത്തേക്കാണ് ഡെലിവറി ചെല്ലാൻ ഇഷ്യൂ ചെയ്ത് കൊണ്ടുപോയത്. നമ്മുടെ ഫാക്ടറിയിൽ മെഷീൻ വന്നിട്ടില്ല. നമ്മൾ മെഷീൻ പർച്ചേസ് ചെയ്തു, പക്ഷെ ആ മെഷീൻ എവിടേക്കാ പോയത്? നമ്മുടെ ജോബ് വർക്കറിന്റെ പ്ലേസിലേക്കാണ് നമ്മൾ അത് സപ്ലയറിനോട് അയക്കാൻ പറഞ്ഞത്. അപ്പൊ അത് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? അപ്പൊ നേരത്തെ പറഞ്ഞു 16(2) പ്രകാരം ഗുഡ്സ് റിസീവ് ചെയ്യണം, മെഷീൻ റിസീവ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ജോബ് വർക്കറിന്റെ അടുത്തേക്ക് നമ്മുടെ നിർദ്ദേശപ്രകാരമാണ് ഗുഡ്സ് അയച്ചതെങ്കിൽ അത് പ്രോബ്ലം ഇല്ല, നമുക്ക് ക്ലെയിം ചെയ്യാം. നമ്മൾ റിസീവ് ചെയ്ത പോലെ കണക്കാക്കാം എന്ന റൂൾ പറയുന്നത്. അപ്പൊ ഇതെന്താ? ക്ലെയിം എടുക്കാൻ സാധിക്കും. നമ്മൾ മെഷീൻ ഡയറക്റ്റ് റിസീവ് ആക്കിയിട്ടില്ലെങ്കിൽ പോലും ഇവിടെ മെഷീന്റെ ഇൻപുട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണോ? സോ ഇപ്പൊ ഈ 4 ടൈപ്പ് എക്സ്പെൻസ് ആണ് നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ വരുന്ന എക്സ്പെൻസ് ആണ്. ഈ 4 ടൈപ്പ് എക്സ്പെൻസിൽ നമുക്ക് ഏതൊക്കെ ക്ലെയിം ചെയ്യാൻ പറ്റും? ഇവിടെ വർക്ക് കോൺട്രാക്ട് സർവീസ് ക്ലെയിം ചെയ്യാം, മെഷീനറി പർച്ചേസും ക്ലെയിം ചെയ്യാം. ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, കാരണം ഇതെന്താ? ഒരു ഒബ്ലിഗേഷൻ അല്ല എംപ്ലോയറിന്റെ.
അതുപോലെ ഔട്ട്ഡോർ കാറ്ററിംഗ് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്ലോക്ക്ഡ് ITC ആണ്, ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലേ? യെസ്. ദെൻ അതർ ഇൻപുട്ട് സർവീസ് പറയുന്നുണ്ട്, മറ്റുള്ള ഒരു എക്സ്പെൻസ് ആണ്. അതായത് നമുക്ക് ഒരു ബിൽഡിംഗ്, റെന്റ് ഓഫ് വൺ ബിൽഡിംഗ്, ഓഫീസ് ബിൽഡിംഗ് എന്ത് ചെയ്തു നമ്മൾ, അതായത് ഒരു ബിൽഡിങ്ങിന്റെ റെന്റ് കൊടുത്തു, ബിൽഡിംഗ് ഓണർക്ക് എന്ത് റെന്റ് കൊടുത്തു. ഈ ബിൽഡിംഗ് ഓണർ എന്ന് പറയുമ്പോൾ ആരാണ്? അദ്ദേഹം ഒരു അൺരജിസ്റ്റേർഡ് ആണ്, GST രജിസ്ട്രേഷൻ ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഓണർ എന്ന് പറയുമ്പോൾ. ക്ലിയർ അല്ലേ? ഓക്കെ. 1.5 ലക്ഷമാണ് റെന്റ് കൊടുത്തത്. അപ്പൊ അവിടെ അദ്ദേഹത്തിന് രജിസ്ട്രേഷൻ ഇല്ല എങ്കിൽ അവിടെ എന്ത് വരുന്നില്ല, ടാക്സ് വരുന്നില്ല. ഓക്കെ. അദ്ദേഹം ബിൽഡിങ്ങിന്റെ ഓണറായ അദ്ദേഹത്തിന് രജിസ്ട്രേഷൻ ഇല്ല എങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് GST മേടിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. അപ്പോ അവിടെ എന്ത് വരുന്നില്ല, GST വരത്തില്ല. നമുക്ക് ഇൻപുട്ട് അവിടെ നമ്മൾ സപ്ലർക്ക് ഇൻപുട്ട് കൊടുക്കുന്നില്ല, സോ അവിടെ ഇൻപുട്ട് ക്ലെയിം എന്ന ലോജിക്ക് വരുന്നില്ല. ഓക്കെ. ഇത് അടുത്ത കേസാണ്. നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസിയെ നമ്മൾ അപ്രോച്ച് ചെയ്തു. ആ GTA എന്ന് പറയും. അപ്പോ അവിടെ GTA എന്ന് പറയുന്ന ആൾക്ക് പ്രത്യേകതയുണ്ട്. സെക്ഷൻ 9 സബ്സെക്ഷൻ 3 പ്രകാരം, സെക്ഷൻ 9(3) പ്രകാരം റിവേഴ്സ് ചാർജ് സപ്ലൈ ആണത്. അതായത് ചില കേസിൽ നമ്മൾ സപ്ലർക്ക് എന്ത് കൊടുക്കില്ല, GST കൊടുക്കില്ല. പകരം ആ GST നമ്മൾ റിസീപ്പിയന്റ് തന്നെ എന്ത് ചെയ്യും, നേരിട്ട് ഗവൺമെന്റിലേക്ക് പേയ്മെന്റ് ചെയ്യും. ഓക്കെ. അത്തരം കേസുണ്ട്. അതാണ് അതിലൊരു കേസാണ് ഏത്, GT എന്ന് പറയുമ്പോൾ റിവേഴ്സ് ചാർജ് വരുന്ന കേസാണ്. അപ്പൊ ഇവിടെ എടുത്തു പറയുന്നുണ്ട് ഈ GTA അൺരജിസ്റ്റേർഡ് ആണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല, ഇപ്പൊ അദ്ദേഹം രജിസ്റ്റേർഡ് ആണെങ്കിൽ പോലും അദ്ദേഹം റിവേഴ്സ് ചാർജ് എന്നൊരു മെക്കാനിസം ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസീപ്പിന്റ് ആയ നമ്മൾ എന്ത് ചെയ്യണം, ആ ടാക്സ് സപ്ലയർ ആയ GTക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ ഇത് റിവേഴ്സ് ചാർജ് ആണ്. അപ്പൊ നമ്മൾ ഇത് എന്ത് ചെയ്യണം, അടയ്ക്കണം. ക്ലിയർ? നമ്മൾ അതായത് നമ്മൾ സപ്ലയറിന് കൊടുത്ത എന്താ ചെയ്യുക, സപ്ലയർ അടയ്ക്കും, നമ്മൾ ക്ലെയിം എടുക്കും. ഇവിടെ നമ്മൾ സപ്ലയറിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ സ്വയം ചെയ്യുന്നു. സപ്ലയറിന്റെ ജോലി നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നു. സപ്ലയറിന് കൊടുത്ത സപ്ലയർ അടയ്ക്കും, സപ്ലയറിന് കൊടുക്കാതെ നമ്മൾ അടയ്ക്കുന്നു, ദെൻ നമ്മൾ ക്ലെയിം എടുക്കുന്നു. അപ്പൊ ഇവിടെ ഈ 1.5 ലക്ഷം രൂപയുടെ 5% GST കമ്പ്യൂട്ട് ചെയ്ത് ആ ടാക്സ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ RCM ലയബിലിറ്റി ആയിട്ട് പേയ്മെന്റ് ചെയ്യും. ആഫ്റ്റർ പേയ്മെന്റ് നമ്മൾ എന്ത് ചെയ്യും, ആ അടച്ച പൈസ നമ്മൾ ക്ലെയിം എടുക്കും. ക്ലിയർ അല്ലേ? യെസ്. നമുക്ക് ഇൻപുട്ടായി മാറും. അതാണ് ആ ലോജിക്ക് കേട്ടോ. ഓക്കെ. ഇത്രയും കാര്യം പറയുന്നുണ്ട്. ഇതിന് അടുത്ത് പറയുന്ന നോട്ട്സ് ആണ്. ഓൾ ദ എമൗണ്ട് സ്റ്റേറ്റഡ് എബോ, അല്ലെ, ഈ പറയുന്ന മേലെ പറഞ്ഞ എല്ലാ എമൗണ്ടും എക്സ്ക്ലൂസീവ് GST ആണ്. അതായത് ആ എമൗണ്ടിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, GST കമ്പ്യൂട്ട് ചെയ്യണം. അല്ലാതെ ഈ എമൗണ്ടിൽ ഇൻക്ലൂഡ് GST അല്ല. അടുത്ത് പറയുന്നു നമ്മുടെ കമ്പനിയുടെ ടേൺ ഓവർ, പ്രീവിയസ് ഇയറിന്റെ ടേൺ ഓവർ 5 കോടിയാണ് എന്നും പറയുന്നുണ്ട്. ഇത് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഒന്നും ഇല്ല, മീൻസ് ഇൻപുട്ട് ടാക്സ് ഓപ്പണിംഗ് ITC ഒന്നും ബാക്കിയില്ല എന്നെടുത്ത് പറയുന്നുണ്ട്. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. ദെൻ നമുക്ക് അതായത് പ്രീവിയസ് മന്ത് നമുക്ക് എന്തില്ല, ബാലൻസ് ഇൻപുട്ട് ടാക്സ് ഒന്നും ഇല്ല. ആലോചിക്കുക കേട്ടോ. സോ നെക്സ്റ്റ് പറയുന്നുണ്ട് നമുക്കിവിടെ എന്തെല്ലാമാണ് കാണേണ്ടത്, ടോട്ടൽ ആ മന്ത് എത്ര ഇൻപുട്ട് ടാക്സ് നമുക്ക് അവൈലബിൾ ആണ് കമ്പ്യൂട്ട് ചെയ്യുക. ഇത് അടുത്ത് പറയുന്നത് നമുക്ക് ഫോർവേഡ് ചാർജ് മെക്കാനിസം പ്രകാരം എത്ര ടാക്സ് അടയ്ക്കാനുണ്ട് കമ്പ്യൂട്ട് ചെയ്യുക. റിവേഴ്സ് ചാർജ് പ്രകാരം നമുക്ക് ടാക്സ് ലയബിലിറ്റി ഉണ്ടോ അത് കമ്പ്യൂട്ട് ചെയ്യുക. ദെൻ നമുക്ക് നെറ്റ് എത്ര എമൗണ്ട് ആണ് ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യേണ്ടി വരിക അത് കമ്പ്യൂട്ട് ചെയ്യുക. ക്ലിയർ അല്ലേ? യെസ്. ഒറ്റ മിനിറ്റ് നമുക്ക് നോക്കാം. ഓക്കെ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഏതെങ്കിലും ITCന്റെ കേസ് എനിക്ക് ചോദിക്കാം. പറഞ്ഞോളൂ. നമുക്ക് അതുപോലെ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിനെ കുറിച്ച് ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് പറഞ്ഞു തരട്ടെ. പിന്നെ അതായത് സാധാരണ നമ്മൾ എന്താ ചെയ്യും, ഇപ്പൊ താങ്കൾക്ക് ഒരു സ്ഥാപനമുണ്ട്, അത് രജിസ്റ്റേർഡ് ആണ് എങ്കിൽ എന്താ ചെയ്യുക, സെയിൽ ചെയ്യുമ്പോൾ
കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് GST കളക്ട് ചെയ്യും അല്ലേ? ശരിയല്ലേ? യെസ്. ആ കളക്ട് ചെയ്യുന്ന GST താങ്കൾ എന്ത് ചെയ്യും? ഗവൺമെന്റിന് പേയ്മെന്റ് ചെയ്യും. ഓക്കെ. ആ കസ്റ്റമർ എന്ത് ചെയ്യും? അത് ഇൻപുട്ടായിട്ട് ക്ലെയിം എടുക്കും. ഇത് ഓക്കെ ആണോ? ആ ചോദിച്ച ആൾക്ക് ഈ പറഞ്ഞ കാര്യം ഓക്കെ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആ മെക്കാനിസം ആണ് ഫോർവേഡ് ചാർജ് മെക്കാനിസം, FCM എന്ന് വിളിക്കും, ഡയറക്റ്റ് രീതി. ഓക്കെ. എന്നാൽ ചില കേസുകളിൽ മാത്രം സപ്ലൈ ചെയ്യുന്ന സപ്ലയർക്ക്, താങ്കൾക്ക് ചില കേസുകളിൽ മാത്രം എന്ത് ചെയ്യാം, ചില ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ. സപ്ലയർക്ക് റൈറ്റ് ഇല്ല, അവകാശമില്ല. കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യാൻ അവകാശം സപ്ലയർക്ക് ഇല്ല. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യും? ആ ടാക്സ് എമൗണ്ട് ആ കസ്റ്റമർ ഉണ്ടല്ലോ, സപ്ലയറായ താങ്കൾക്ക് തരാതെ നേരിട്ട് ഗവൺമെന്റിനെ അടയ്ക്കും. ക്ലിയർ? അതാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. അത് എപ്പോഴും പോസിബിൾ അല്ല, ചില കേസസിൽ മാത്രമാണ് പോസിബിൾ. ഇപ്പോൾ സാധാരണ കേസിൽ അതെന്ത് ചെയ്യും? സപ്ലയറിന് കൊടുക്കും. സപ്ലയർ എന്ത് ചെയ്യും? ഔട്ട്പുട്ട് ടാക്സ് ആയിട്ട് അടയ്ക്കും. കസ്റ്റമർ എന്ത് ചെയ്യും? ഇൻപുട്ട് ആയിട്ട് ക്ലെയിം എടുക്കും. ഓക്കെ. എന്നാൽ പക്ഷേ ഇവിടെ സപ്ലയറിന് കൊടുക്കില്ല. സപ്ലയറിന് കൊടുത്താൽ സപ്ലയർ അടയ്ക്കേണ്ട ജോലി റിസീപ്പിന്റെ എന്ത് ചെയ്യും? ഏറ്റെടുക്കും. റിസീപ്പിന്റെ എന്ത് ചെയ്യും? അത് ഔട്ട്പുട്ട് എന്ന രീതിയിൽ അടച്ചും ശേഷം അത് ഇൻപുട്ട് ക്ലെയിം എടുക്കും. ഓക്കെ ആണോ ഈ പറഞ്ഞ പോയിന്റ്? അതാണ് റിവേഴ്സ് ചാർജ്. ഓക്കെ. ഓക്കെ അല്ലേ? സാർ അത് ഫ്ലൈറ്റിന്റെ കേസിൽ മാത്രമാണോ സാർ അത് വരുന്നത്? അല്ല, ഞാൻ പറയാം, ചില കേസസ് ഉണ്ട്. ഇപ്പോ ഈ പറയുന്ന GTA ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ അഡ്വക്കേറ്റ് സർവീസ്. ഞാൻ അടുത്ത ക്ലാസ്സിൽ തിങ്കളാഴ്ച ഞാൻ എന്ത് ചെയ്യും? റിവേഴ്സ് ചാർജ് ഏതെല്ലാം കേസസിൽ വരുമെന്ന് ഞാൻ പഠിപ്പിക്കും. സെക്ഷൻ 9 സബ്സെക്ഷൻ 3, സെക്ഷൻ 9 സബ്സെക്ഷൻ 4, 3, 4, ഈ 3 കേസ്, 2 കേസ് കേട്ടോ ഞാൻ പഠിപ്പിക്കും. ഓക്കെ അല്ലേ? ഇപ്പൊ മനസ്സിലാക്കുക, ആ ഒരുപാട് കേസസ് ഉള്ളതിൽ ഒരു കേസ് GTA ആണ്. ക്ലിയർ ആണോ? ഓക്കെ. സർ, ഓ പറയൂ. ITCയുടെ അല്ലേ, അത് നമുക്ക് ക്ലെയിം എടുക്കാൻ പറ്റും? അല്ല, നമ്മൾ കാറ്ററിംഗ് എന്ന് പറഞ്ഞത് നമ്മുടെ ഔട്ട്ഡോർ ഓഫീസിലേക്ക് ഔട്ട്ഡോർ കേറ്ററിംഗ് റിസീവ് ചെയ്തു. അപ്പോൾ ആ ഹോട്ടലിന് കൊടുത്ത GST എമൗണ്ട് ക്ലെയിം എടുക്കാൻ പാടില്ല. ക്ലിയർ അല്ലേ? ക്ലെയിം ചെയ്യാൻ പാടില്ല എന്നല്ലേ? പിന്നെ ഈ പാടില്ല. GTയുടെയും റെന്റിന്റെയോ അതൊന്ന് പറയോ, ഒന്നും കൂടെ ക്ലിയർ ആയില്ല. റെന്റ് എന്ന് പറയുമ്പോൾ താങ്കൾക്കൊരു ഓഫീസ് ഉണ്ട്. ആ ഓഫീസ് ബിൽഡിങ്ങിന്റെ റെന്റ് കൊടുക്കുന്നു സപ്ലയർക്ക്. അതായത് റെന്റ് ഓണർ, ബിൽഡിംഗ് ഓണർ അല്ലേ? ആ ബിൽഡിംഗ് ഓണർ GST ഇല്ലാത്ത ആളാണ്, അൺരജിസ്റ്റേർഡ് ആയ ആളാണ്. അപ്പോ ആ ഓണർക്ക് GST കൊടുക്കുമോ? കൊടുക്കില്ല. കാരണം ആ ഓണർക്ക് അല്ലല്ല, ആ ഓണർക്ക് GST കളക്ട് ചെയ്യാൻ അവകാശമുണ്ടോ? ഇല്ല. ക്ലിയർ? ഇനി അടുത്ത് ഈ പറയുന്ന റെന്റ് റിവേഴ്സ് ചാർജിൽ വരുന്ന ഒരു കാര്യമല്ല. ഓക്കെ. ക്ലിയർ? അപ്പൊ അതിന് ടാക്സ് വരുന്നുണ്ടോ? ഇല്ല. ഓക്കെ. പിന്നെ GTA ഇനി അടുത്ത് GTA, ഇവിടെ നമ്മൾ GTAന്റെ സർവീസല്ലേ റിസീവ് ചെയ്യുന്നേ? അതെ. GTA രജിസ്റ്റേർഡ് ആണോ? അല്ല. ഓക്കെ. അപ്പോ GTAക്ക് GST കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ. എന്നാൽ ഈ GTAയുടെ കേസ് സെക്ഷൻ 9 സബ്സെക്ഷൻ 3 പ്രകാരം റിവേഴ്സ് ചാർജിൽ വരുന്ന ഒരു കേസാണ്. ക്ലിയർ? അപ്പോ ആ ടാക്സ് നമ്മൾ നേരിട്ട് അടയ്ക്കേണ്ടി വരും. ഓക്കെ. എന്നിട്ട് നമ്മളത് ITC ക്ലെയിം നമുക്കത് ITC ക്ലെയിം ചെയ്യാം. അതെ, അത് ഗവൺമെന്റിന് ആരും അടച്ചോട്ടെ. ആരടച്ചാലും, ഇപ്പോ നമ്മൾ സപ്ലയറിന് കൊടുത്ത് സപ്ലയർ അടച്ചാലും നമ്മൾ അടച്ചാലും നമുക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. ഒരു ഡൗട്ട് ഉണ്ട്. ഓ പറയൂ. ഒരു ഡൗട്ട്. നമ്മൾ കേരളത്തിലുള്ള ഒരു ഹോൾസെയിലറാണ്. ഓക്കെ. ഗുജറാത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നു, ഇപ്പം ഇവിടെ കേരളത്തിൽ വിൽക്കുന്നു. അപ്പം അന്നേരം എല്ലാ സാധനങ്ങളും IGST ആണ്. ഓക്കെ.
അപ്പം ഇവിടെ വിൽക്കുന്നതെല്ലാം ലോക്കൽ ഈ സപ്ലൈ CGST ആണ്. CGST SGST ഉള്ളൂ. ഓക്കെ അപ്പം ഓക്കെ അപ്പം നമുക്ക് റിട്ടേൺ നമുക്ക് ഇത് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ക്ലെയിം ചെയ്യാം. കേരള അല്ല IGST കൂടുതലായിട്ട് വരില്ലേ? വന്നോട്ടെ, ക്ലെയിം ചെയ്യാം, പ്രോബ്ലം ഇല്ലല്ലോ. നമ്മൾ പർച്ചേസ് നടത്തിയതല്ലേ. SGSTക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? പറ്റും. നമുക്ക് CGST SGST ഔട്ട്പുട്ട് ടാക്സ് ആണ്, ഇൻപുട്ട് ടാക്സ് IGST ആണ്. അത് മൊത്തം സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ക്ലിയർ, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും കേട്ടോ. അല്ല, നേരത്തെ പറഞ്ഞിരുന്നത് IGST ഉള്ളത് CGSTക്ക് മാത്രമേ പറ്റുള്ളൂ, SGSTക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞോ? അതെ, അങ്ങനെ സാർ പറഞ്ഞല്ല. ഇന്ന് പറഞ്ഞോ അങ്ങനെ? അല്ല, ഇന്നലെ ഇന്നലെ സാർ പറഞ്ഞു. അല്ല, അങ്ങനല്ല. IGSTയിലുള്ള കേസ് എനിക്ക് മനസ്സിലായില്ല. അതായത് IGST ഇൻപുട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതായത് നമുക്ക് 3 ഔട്ട്പുട്ട് ടാക്സ് ഉണ്ട്, CGST SGST IGST. ഓക്കെ, ഈ 3 ഔട്ട്പുട്ടുകൾക്കും സെറ്റ് ഓഫ് ചെയ്യാൻ ഈ IGST ഇൻപുട്ട് എടുക്കാം. പക്ഷെ സാർ ഇന്നലെ അങ്ങനെ അല്ല പറഞ്ഞത്. IGST ഉള്ളത് ഇന്നലത്തെ പ്രോബ്ലത്തിലാണോ ആ കേസ് വന്നേ? മാത്രമേ പറ്റുള്ളൂ. വെയിറ്റ് ഈ ഇന്നലത്തെ പ്രോബ്ലത്തിലാണോ ആ കേസ് വന്നേ? അതെ. എവിടെയാണ് ഇതിൽ ഏത് കേസാന്ന് പറയാമോ? ഇത് ഏത് കേസാ? ഈ പറഞ്ഞ കേസിലാണോ? ഇത് സെറ്റ് ഓഫ് ആക്കിയ ഈ കേസാണോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇതിലാണ്. ഞാൻ നോക്കട്ടെ. അല്ല സർ, ആദ്യത്തെ ക്ലാസ്സിലോ രണ്ടാമത്തെ ക്ലാസ്സിലോ തന്നെ പറഞ്ഞത്. ഓക്കെ, എങ്കിൽ കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ വേണ്ട. ഞാൻ ഇന്നത്തെ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം നമുക്ക്. ഓക്കെ, IGST CGST SGST. ഓക്കെ, ഔട്ട്പുട്ട് ഇൻപുട്ട് 1000 500 500 1000 1000 400. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ നമുക്ക് IGST അല്ലെ ലൈബിലിറ്റി വരുന്നേ. ഈ IGST ലൈബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യുന്നത് എവിടെ നിന്നാണ് ക്ലെയിം എടുക്കേണ്ടത്? ഈ 3 ഇൻപുട്ടും ക്ലെയിം എടുക്കാം. ക്ലിയർ. ആദ്യം എടുക്കേണ്ടത് എവിടെ നിന്നാണ്? IGST ഇൻപുട്ട് ആണ്. ക്ലിയർ. ഞാൻ വേണമെങ്കിൽ എഴുതി കാണിച്ചു തരാം. അതായത് IGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ആദ്യം എവിടെ നിന്നാണ് മൈനസ് ആക്കേണ്ടത്? സ്വന്തം ഇൻപുട്ടായ IGST ഇൻപുട്ടാണ്. ക്ലിയർ. IGST ഇൻപുട്ട് മൈനസ് ആക്കിയ ശേഷം വീണ്ടും IGST ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മൈനസ് രണ്ടാമത്തെ ഇൻപുട്ട് ഏതാ? CGST ഇൻപുട്ട് മൈനസ് ചെയ്യാം. വീണ്ടും IGST ലൈബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവസാനത്തെ ഇൻപുട്ടായ SGST ഇൻപുട്ട് മൈനസ് ചെയ്യാം. ക്ലിയർ അല്ലേ? വീണ്ടും IGST ലൈബിലിറ്റി വന്ന് എന്ത് ചെയ്യുക? ബാക്കിയുള്ള ലൈബിലിറ്റി ബൈ ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യുക. ഇത് ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. രണ്ടാമത് സെറ്റ് ഓഫ് ലൈബിലിറ്റി ഏതാണ്? CGST ഔട്ട്പുട്ട് ആണ്. ഓക്കെ, ദെൻ ഈ CGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ നമുക്ക് 3 ഇൻപുട്ട് ഉണ്ടെങ്കിൽ പോലും 3 ഇൻപുട്ടും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. 2 ഇൻപുട്ടേ ക്ലെയിം ചെയ്യാൻ പറ്റൂ. അത് ഒന്ന് CGST ഇൻപുട്ടും 2 IGST ഇൻപുട്ടുമാണ്. ക്ലിയർ. SGST പറ്റില്ല. സോ അതിൽ ആദ്യം ക്ലെയിം എടുക്കേണ്ടത് IGST ഇൻപുട്ടാണ്. രണ്ടാമത് ക്ലെയിം എടുക്കേണ്ടത് സ്വന്തം ഇൻപുട്ടായ CGST ഇൻപുട്ടാണ്. ദെൻ ലയബിലിറ്റി CGST ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യുക. ക്ലിയർ ആണോ? ഓ, പറയൂ സാർ. കേൾക്കാം, പറയൂ. CGST ഔട്ട്പുട്ട് ഉണ്ടെങ്കില് അപ്പൊ ആദ്യം CGST അല്ല എടുക്കാൻ, അല്ലല്ല, IGST ആണ് IGST എടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, യെസ്. ദെൻ SGST ആണ് അടുത്ത ലൈബിലിറ്റി. SGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ ഇതുപോലെയാണ്. നമുക്ക് ആദ്യം IGST ഇൻപുട്ട് ആണ് എന്ത് ചെയ്യേണ്ടത്? ക്ലെയിം എടുക്കേണ്ടത്.
ദെൻ നമുക്ക് SGST ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. SGSTക്കും CGST ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പാടില്ല. ഈ CGST SGSTക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻപുട്ട് ക്ലെയിം എടുക്കാൻ പാടില്ല. ഇതാണ് നമ്മുടെ റൂൾ എന്ന് പറയുമ്പോൾ. ഈ റൂളിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? നേരെ IGST ഏതിന് വേണോ എടുക്കാം. IGST ഇൻപുട്ട് 3 ലൈബിലിറ്റിക്കും എടുക്കാം. അതും ആദ്യം അതാണ് എടുക്കേണ്ടത്. ക്ലിയർ അല്ലേ? CGST SGSTക്ക് പറ്റത്തില്ല. യെസ്, ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ ഇന്നത്തെ പ്രോബ്ലത്തിലാണെങ്കിൽ അവിടുത്തെ പ്രത്യേകത നമുക്ക് നോക്കാം. ഇന്നത്തെ പ്രോബ്ലത്തിനകത്ത് നോക്കിയേ, ഇവിടെ നമുക്ക് IGST ഇൻപുട്ട് അവിടെ ഇല്ല. ഓക്കെ, നമുക്ക് IGST ഇൻപുട്ട് ഇന്നത്തെ ഇല്ലായിരുന്നു. ക്ലിയർ അല്ലേ? നമുക്ക് IGST ഇൻപുട്ട് ഉണ്ടോ? ഇത് ഔട്ട്പുട്ട് അല്ലേ? ഇൻപുട്ട് നമുക്ക് CGST SGST മാത്രമേ ഉള്ളൂ. IGST ഔട്ട്പുട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്തത്? IGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? ആദ്യം IGSTയിലെ ക്ലെയിം ചെയ്യേണ്ടത്. IGST ഒന്നും ഇൻപുട്ട് ഇല്ല ക്ലെയിം എടുക്കാൻ. സോ നേരെ എന്ത് ചെയ്തു? ഞാൻ CGSTന്റെ ഇൻപുട്ട് 25,000 എടുത്തു, ക്ലെയിം എടുത്തു. ക്ലിയർ അല്ലേ? യെസ്. രണ്ടാമത് എന്ത് ചെയ്തു? SGST 25 ക്ലെയിം ചെയ്തു. ബാക്കി നമുക്ക് 2 ഇൻപുട്ടും ക്ലെയിം എടുത്തു. ബാക്കി 138,100 എമൗണ്ട് IGST അടയ്ക്കാനുണ്ട്. ക്ലിയർ അല്ലേ? ലോജിക് കേട്ടോ. ഓക്കെ, ശരി. ഒരു കൺഫ്യൂഷൻ. അപ്പൊ താങ്കൾക്ക് ഇപ്പോ ഇൻ കേസ് താങ്കൾക്ക് ഇപ്പോ പറഞ്ഞ പ്രകാരം ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ താങ്കളുടെ കേസ് പറഞ്ഞു ഇപ്പോ, അതായത് ഇപ്പോ താങ്കൾക്ക് CGST SGST ആണ് എന്ത് വരുന്നത്? ഔട്ട്പുട്ട് വരുന്നത്. സോറി, ഔട്ട്പുട്ട് വരുന്നത്. ഇൻപുട്ട് IGST മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ കേസ് വരുന്നത്. ഇപ്പൊ നമുക്കൊരു 3,500 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ കേസിലേ വരുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? CGST റൂൾ എടുക്കുക. CGST ഔട്ട്പുട്ട് ആദ്യം എന്താ ചെയ്യേണ്ടത്? IGST ഇൻപുട്ട് ക്ലെയിം ചെയ്യുക. IGST ഇൻപുട്ട് ഉണ്ട്, 3,500 ഉണ്ട് അല്ലെ? എത്ര വേണം? 500 മതിയല്ലോ. 500 എടുക്കുക. ബാക്കി എത്ര? 0 ആയി പോയി. ബാക്കി ഇവിടെ എത്രയുണ്ട്? 3,000 ഉണ്ട്. ക്ലിയർ? അതിൽ 500 ഇവിടെ എടുക്കാം. 0 ആയി പോയി. ബാക്കി എത്രയുണ്ട്? ഇവിടെ 2,500 ഉണ്ട്. ഈ 2,500 ബാക്കി വന്നു. ഇത് നമുക്ക് എന്താ? ഓപ്പണിംഗ് ഇൻപുട്ട്, അത് ക്ലോസിംഗ് ഇൻപുട്ട് ആണ്. നെക്സ്റ്റ് മന്ത് ഓപ്പണിംഗ് ITC മാറും. ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാലോ അല്ലേ? ഓക്കെ, യെസ്. ഇവിടെ നമുക്ക് ഇവിടുത്തെ നമുക്ക് എഴുതി പോകാം. ആദ്യം ഔട്ട്പുട്ട് കാണാം അല്ലേ? ആദ്യം ഔട്ട്പുട്ട് കാണാം. ഇവിടെ നമുക്ക് സെയിൽസ് എമൗണ്ട് കാണുന്നുണ്ട്, ഇൻട്രാ ഇന്റർ. സോ ഔട്ട്പുട്ട് നോക്കാം. അതിൽ നമുക്ക് ഈ പറയുന്നത് ഇൻട്ര അല്ലേ? അപ്പൊ ഇൻട്ര ആകുമ്പോൾ നമുക്ക് CGST SGST ഔട്ട്പുട്ട് വരും അല്ലെ? CGST SGST ഔട്ട്പുട്ട് വരും. നമുക്ക് ഇന്ററും ഉണ്ട്. സോ നമുക്ക് എന്തും വരും? IGST ഔട്ട്പുട്ടും വരും. ഓക്കെ, ഔട്ട്പുട്ടും നമുക്ക് വരും. നോക്കാം. 14 lakh അല്ലേ വരും? 18 lakh. അപ്പൊ 9 അല്ലേ വരുന്നത്? സോ ഇസിക്കൽ ടു 14 lakhs ഇൻറ്റു 9% അല്ലേ വരുന്നത്? യെസ്, ഇസിക്കൽ ടു 14 lakh അല്ലേ ഇൻറ്റു 9%. ഓക്കെ, ഈ എമൗണ്ട് അല്ലേ വരുന്നത്? ഓക്കെ, സെയിം അല്ലേ ഇവിടെ വരുന്നത്? ഓക്കെ, ഇനി IGST ഔട്ട്പുട്ടോ 335,000 അല്ലേ സെയിൽ വരുന്നത്? അതിന്റെ 18 അല്ലേ വരുന്നത്? ഇസിക്കൽ ടു 335,000 ഇൻറ്റു 18%. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, ഔട്ട്പുട്ട് ടാക്സ് കിട്ടി നമുക്ക്. ഇനി അടുത്ത് എന്ത് കാണാം? ഇൻപുട്ട് ടാക്സ് കാണാം. സോ ആ ഇൻപുട്ട് നമുക്ക് താഴെ നോക്കാം. ഇത് ഓക്കെ ആണല്ലോ ഔട്ട്പുട്ട്? യെസ്, 3 ഔട്ട്പുട്ട് നമുക്കിവിടെ ഉണ്ട്. നമുക്ക് അടുത്ത് ഇൻപുട്ട് ടാക്സ് നോക്കാം. ഇൻപുട്ട് നമുക്ക് ഏതൊക്കെയാണ് ക്ലെയിം ചെയ്യാൻ അവകാശമുള്ളത് നോക്കാം. അതില് ആദ്യത്തെ LIC ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് ബ്ലോക്ക്ഡ് ആണ്. വർക്ക് കോൺട്രാക്ടേഴ്സിന്റെ ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ക്ലെയിം ചെയ്യാൻ പറ്റും. കാര്യം എന്താ? അത് റവന്യൂ നാച്ചർ ആണ്. സോ ക്ലെയിം ചെയ്യാൻ പറ്റും. സോ 80 ഉണ്ട് അല്ലേ? CGST SGST ആണ് ഇൻപുട്ട് വരുന്നത്. സോ ക്ലെയിം ചെയ്യാം. ഇത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സോ ഇത് ക്ലെയിം ചെയ്യാൻ പറ്റും അല്ലേ? സോ 90 അത് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇതിലാണെങ്കിലോ? ഇതിനകത്താണെങ്കിൽ വേറെ കാര്യമുണ്ട്. ഇവിടെ നമുക്ക് ഇതിൽ GST ഇല്ല. ഇവിടെ നമുക്ക് 150ന്റെ
2.5 RCM ലൈബിലിറ്റി ആണ്. അത് നമ്മൾ അടയ്ക്കേണ്ടതാണ് കേട്ടോ. അത് അടച്ച ശേഷം എന്തായി മാറും? അത് ഇൻപുട്ടായി മാറും. സോ നമുക്കത് ലൈബിലിറ്റിനെ കൂടെ കാണിക്കാം. ഔട്ട്പുട്ട് എന്ന് അല്ല കാണിക്കേണ്ടത്, RCM ലൈബിലിറ്റി പ്രത്യേകം കാണിക്കാം. ഓക്കെ, കാരണം നമ്മുടെ ലൈബിലിറ്റി അല്ല, നമ്മുടെ സപ്ലയറിന്റെ ലൈബിലിറ്റി ആണ് അല്ലേ നമ്മൾ ചെയ്യുന്നു. ക്ലിയർ അല്ലേ? യെസ്. സോ 1.5 ലക്ഷത്തിന്റെ 5 ആണ് വരുന്നത്. അത് ഇൻട്രയാണോ ഇന്റർ ആണോ? അത് പ്ലേസ് ഉണ്ടോ പ്രത്യേകം? ട്രാൻസ്പോർട്ടേഷൻ ഗുഡ്സ് ബൈ റോഡ് ടു ഔട്ട് ഓഫ് സ്റ്റേറ്റ് അൺരജിസ്റ്റേർഡ് GTA. ഓക്കെ, പ്രത്യേകിച്ച് എന്ന് പറയുന്നില്ല. അപ്പോൾ ഇൻട്രയാണ് കേട്ടോ, ഇൻട്രായിട്ട് എടുക്കാം. ഓക്കെ, സോ ഇത് ഔട്ട്പുട്ട് ടാക്സ് ആണ്. നമുക്ക് ഇനി അടുത്ത് എഴുതാം RCM ലൈബിലിറ്റി. RCM ലൈബിലിറ്റി എന്ന് എഴുതാം. ക്ലിയർ? ഓക്കെ, സോ 1.5 ലക്ഷം അല്ലേ, സിക്കൽ ടു 1.5 ലക്ഷം ഇൻറ്റു 1.5 ലക്ഷം ഇൻറ്റു എത്രയാ വരുന്നേ? 2.5 അല്ലേ? ഓക്കെ, ഈ എമൗണ്ട് വരും. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ RCM ലൈബിലിറ്റി കേട്ടോ. ഇത് എന്ത് ചെയ്യുക? നമ്മൾ ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യണം. ഓക്കെ, യെസ്. ഇത് നമ്മൾ നിർബന്ധമായിട്ടും ക്യാഷ് ആയിട്ട് എന്ത് ചെയ്യുക? പേയ്മെന്റ് ചെയ്യുക. നമ്മുടെ ഇൻപുട്ട് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല? സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മുടെ ഔട്ട്പുട്ട് ആണ്. ഈ ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇൻപുട്ട് ഉപയോഗിച്ച് സെറ്റ് ഓഫ് ചെയ്യാം. പക്ഷെ ഇത് നമ്മുടെ ഔട്ട്പുട്ട് അല്ല, ഇത് നമ്മുടെ സപ്ലയറിന്റെ ലൈബിലിറ്റി നമ്മൾ അടയ്ക്കുന്നു എന്നേ ഉള്ളൂ. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, ഒറ്റ മിനിറ്റ്. ഓക്കെ, സോ ക്ലിയർ അല്ലേ പോയിന്റ്? അപ്പൊ ഈ RCM ലൈബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യണം കേട്ടോ. ആ പോയിന്റ് ആർക്കും സംശയം ഉണ്ടോ? ക്യാഷ് പേയ്മെന്റ് ചെയ്യണം. കാരണം നമ്മൾ സപ്ലയറിന് കൊടുത്താൽ സപ്ലയർ എന്തെങ്കിലും പേയ്മെന്റ് ചെയ്യത്തില്ലേ? ശേഷമല്ലേ നമുക്ക് ഇൻപുട്ടായി മാറുന്നേ? ആ ലോജിക്ക്. അപ്പൊ ഈ RC നമുക്ക് എന്തായി മാറും? പിന്നീട് ഈ ഇൻപുട്ടായി മാറും. നമ്മൾ ഇനി അടുത്ത് ഇൻപുട്ട് കാണാൻ വേണ്ടി പോവുകയല്ലേ? ഇൻപുട്ട് കണ്ട ശേഷം ആ ടോട്ടൽ ഇൻപുട്ടിന്റെ കൂടെ എന്ത് ചെയ്യും? നമ്മൾ ഈ RCM എമൗണ്ട് ആഡ് ചെയ്യും. കാര്യം എന്താ? നമുക്കത് ഇൻപുട്ടുമാണ്. ലോജിക് ഓക്കെ അല്ലേ? യെസ്. സോ നമുക്ക് ഇൻപുട്ട് ടാക്സ് നോക്കാം അല്ലെ. ഇൻപുട്ട് നമുക്ക് ഇവിടെ ഏതൊക്കെയുള്ളേ? ഈ 2 ഇൻപുട്ട് അല്ലേ? ഒന്ന് 80,000-ന്റെയും 90,000-ന്റെ അല്ലേ? യെസ്. സോ ഇപ്പൊ എത്ര വരുന്നേ? 80,000 രൂപ, 90,000 രൂപ. സെയിം STC ഇവിടെയുണ്ട് അല്ലേ? ഓക്കെ, 80,000, 90,000. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് ഈ 2 ഇൻപുട്ടുമാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ അവകാശമുള്ളൂ CGST SGST-യില്. ദെൻ നമുക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ RCM ഇൻപുട്ട് നിങ്ങൾ അസ്യൂം ചെയ്യുക. നമ്മൾ ഈ എമൗണ്ട് എന്താക്കി? ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്തു അസ്യൂം ചെയ്യുക. ക്ലിയർ അല്ലേ? ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്തു എങ്കിൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ? ഇത് ഇൻപുട്ടായി മാറത്തുള്ളൂ. ക്ലിയർ അല്ലേ? ഈ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇൻപുട്ടിന്റെ ഒപ്പം ആഡ് ചെയ്യാം. ക്ലിയർ ആണോ? യെസ്. സോ നമ്മൾ ടോട്ടൽ എത്ര ഇൻപുട്ടാ വരുന്നേ നോക്കാം. ഇതാ നമ്മുടെ ഇൻപുട്ട് വരുന്നത്. ഓക്കെ അല്ലേ? യെസ്, ഇതാ നമ്മുടെ ഇൻപുട്ട് ടാക്സ് വരുന്നത് കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഇൻപുട്ട് ടാക്സ് IGST ഉണ്ടോ? ഇല്ല. ഔട്ട്പുട്ട് ടാക്സ് എന്താണ്? IGST ആണല്ലേ? IGST ഔട്ട്പുട്ട് CGST STST IGST ഉണ്ടല്ലോ. ഇൻപുട്ട് IGST ഇല്ല എന്നേ ഉള്ളൂ. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, സോ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന്റെ ഇങ്ങോട്ട് നോട്ട് ചെയ്യാം. നമുക്കിനി ആ ഒരു സെറ്റ് ഓഫിന്റെ എടുത്ത് എഴുതാം. ഔട്ട്പുട്ട് ഇവിടെ ഇൻപുട്ട്. ഓക്കെ, IGST CGST SGST സോ ഇൻപുട്ടിലും നോട്ട് ചെയ്തു. ഇത് നമുക്ക് എമൗണ്ട് നോട്ട് ചെയ്യാം. ഔട്ട്പുട്ട് ടാക്സ് എത്ര എമൗണ്ട്? CGST 126,000 അല്ലേ? യെസ്.
ഓക്കെ, 1,26,000 രൂപ നോട്ട് ചെയ്തു. അത് സെയിം എമൗണ്ട് ആണ് ഇവിടെ വരുന്നത്, 1,26,000. ദെൻ SGST, സോറി, IGST എമൗണ്ട് എത്രയാ? 60,300 അല്ലേ? ഓക്കെ, ഔട്ട്പുട്ട് ഓക്കെ അല്ലേ? യെസ്, ഔട്ട്പുട്ട് ടാക്സ് ഓക്കെ ആണ്. ക്ലിയർ അല്ലേ? യെസ്. ദെൻ നമുക്ക് ഇൻപുട്ട് നോട്ട് ചെയ്യാം. ഇൻപുട്ട് എമൗണ്ട് എന്ന് പറയുമ്പോൾ IGST ഇല്ലല്ലോ, CGST SGST ഇല്ലുള്ളൂ. ഓക്കെ, 17,000 അല്ലേ? അല്ല, 1,73,000 അല്ലേ? 1,73,750 എമൗണ്ട് വരുന്നത്. ഓക്കെ, 1,73,750 എമൗണ്ട് വരും. ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാലോ. സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ എങ്ങനെയാ? ആദ്യം ഏതാ സെറ്റ് ഓഫ് ചെയ്യേണ്ട ലയബിലിറ്റി? ഔട്ട്പുട്ട് IGST അല്ലേ? ഔട്ട്പുട്ട് IGST അല്ലേ? യെസ്. സോ എത്രയാണ് വരുന്നത്? 60,300 അല്ലേ വരുന്നത്? നമുക്ക് IGST ഇൻപുട്ട് ഉണ്ടോ? ഇല്ല. ക്ലിയർ അല്ലേ? IGST ഇൻപുട്ട് നമുക്ക് ഇല്ല. സോ എവിടെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? അപ്പോൾ CGST ക്ലെയിം ചെയ്യാം, STS ക്ലെയിം ചെയ്യാമല്ലോ, ക്ലെയിം ചെയ്യാം. പക്ഷെ അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ CGST ഇൻപുട്ടും SGST ഇൻപുട്ടും അവരുടെ ലയബിലിറ്റിക്ക് കൊടുക്കേണ്ടത് കൊടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ IGSTക്ക് കൊടുക്കത്തുള്ളൂ. ആ പോയിന്റ് ഓക്കെ അല്ലേ? യെസ്. അപ്പോ IGSTക്ക് CGST SGST ഇൻപുട്ട് ക്ലെയിം എടുക്കാം, പക്ഷേ അവരുടെ ഔട്ട്പുട്ടുകൾക്ക് CGST SGST ഔട്ട്പുട്ടുകൾക്ക് കൊടുത്തിട്ട് ബാക്കി ഇൻപുട്ട് CGST SGST ഉണ്ടെങ്കിൽ മാത്രമാണ് IGST ഔട്ട്പുട്ടിന് സെറ്റ് ഓഫ് ക്ലെയിം എടുക്കാൻ സാധിക്കൂ. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം CGST SGST അവരുടെ ഇൻപുട്ടിൽ നിന്നും അവർക്ക് ആവശ്യമുള്ളത് എടുക്കണം. ഓക്കെ, സോ ഇവിടെ 1,26,000 മേൽ എമൗണ്ട് ഉണ്ടല്ലോ ഇവിടെ, അല്ലേ? അപ്പൊ എന്ത് ചെയ്യുക? ഈ 1,26,000 ഇവിടുന്ന് എടുക്കാമല്ലോ, എടുക്കാം. ഓക്കെ, അപ്പൊ എത്ര എമൗണ്ട് വരും നോക്കട്ടെ. മൊത്തം 1,26,000 രൂപയാണ് നമ്മുടെ ഔട്ട്പുട്ട് CGST വരുന്നത്. മൈനസ് എത്ര CGST ഔട്ട്പുട്ട് ഉണ്ട്? 1,73,750 അല്ലേ? അത് മൊത്തം ക്ലെയിം ചെയ്യാലോ. അത് മൊത്തം ക്ലെയിം ചെയ്യുമ്പോൾ ഇത് 0 പോകത്തില്ലേ? 0 പോകും അല്ലേ? ഓക്കെ, ബാക്കി എത്രയുണ്ട്? 1,73,750. അപ്പൊ ബാക്കി നമുക്ക് 1,73,750 ആവും. ബാക്കി ഇത് 0 പോകും അല്ലേ? ഇവിടെ എത്ര ബാക്കിയുണ്ട്? ഇനി 47,750 ബാക്കിയുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? അതേപോലെ ഇതും അങ്ങനെയല്ലേ വരുന്നേ? ഇതിൽ നിന്ന് 1,26,000 ക്ലെയിം എടുക്കുമ്പോൾ SGST ഔട്ട്പുട്ട് എന്തായി പോകും? 0 പോകും. ഇവിടെ ബാക്കി എത്രയുണ്ട്? 47,750 ബാക്കിയുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി എന്ത് ചെയ്യാം? IGST ഔട്ട്പുട്ടിന് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇല്ല, അവർക്കുള്ളത് കൊടുത്തു, ബാക്കിയുള്ള എമൗണ്ട് ആയത്. ഓക്കെ, സോ ലോജിക് ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 47,750 മൊത്തം ക്ലെയിം ചെയ്യാലോ. CGST മൊത്തം ക്ലെയിം ചെയ്യാം. ഓക്കെ, അപ്പോ 60,300 മൈനസ് 47,750. അപ്പോ ഇത് മൊത്തം ക്ലെയിം ചെയ്യാൻ ബാക്കി ഇവിടെ എത്രയുണ്ട്? ബാക്കി ഇവിടെ 12,550 ബാക്കി ലയബിലിറ്റി ഉണ്ട്. ഇത് മൊത്തം എന്തായി? 0 പോയി. ഇനി എന്താ? ഇനി SGST ഇൻപുട്ട് ബാക്കിയുണ്ടല്ലോ, ബാക്കിയുണ്ട്. അത് എത്ര ക്ലെയിം ചെയ്യാം? ബാക്കി ആവശ്യമുള്ളത് 12,550 അത് ക്ലെയിം ചെയ്യാം അല്ലേ? സോ 12,550 മൈനസ് 47,750, ബാക്കി 35,200 ബാക്കിയുണ്ട്. ഇവിടെ ഇൻപുട്ട് 0 പോയി. ക്ലിയർ അല്ലേ? അപ്പൊ മൊത്തം ഇൻപുട്ട് എന്തായി? 0 പോയി. CGST SGST ഔട്ട്പുട്ട് എന്തായി? പോയി, 0 പോയി. IGSTയിൽ ബാക്കി 35,200 നമുക്ക് ക്യാഷ് അടയ്ക്കാനുണ്ട്. അപ്പോ ഈ ഒരു മന്ത് ഈ ബിസിനസ് സ്ഥാപനത്തിന് ക്യാഷ് ആയിട്ട് എത്ര അടയ്ക്ക ഉണ്ടായിരുന്നു? ആദ്യം RCM എമൗണ്ട് ഇത് അടയ്ക്കേണ്ടി വന്നു അല്ലെ? CGST SGST അടുത്ത ശേഷം വല്ലത് ഇൻപുട്ടായി മാറിയത്. യെസ്. ദെൻ ഇപ്പൊ എന്താ സംഭവിച്ചു? IGSTയില് 35,200 അടയ്ക്കേണ്ടി വന്നു ക്യാഷ് ആയിട്ട്. സാർ ഓക്കെ ആണോ? ഓ സാർ ഓ പറയൂ. അല്ല, നമ്മള് 60,300 ഇല്ലായിരുന്നേ? 60,300 47,750 CGST പിന്നെ SGST ഇല്ലേ? അപ്പൊ അതെ, രണ്ടൊന്നും എടുക്കാൻ പറ്റില്ലേ? അപ്പൊ രണ്ടും ബാലൻസ് എടുത്തല്ലോ. ഉണ്ടാവോ? IGST ഫുള്ള് അങ്ങനെ അടച്ചു പോയില്ല. IGSTന്റെ ഔട്ട്പുട്ട് 60,300 ആയിരുന്നില്ലേ? അല്ല, എന്താ മിസ്റ്റേക്ക് ഉണ്ടോ ചെയ്തതില്? അല്ല, അപ്പൊ CGST ഇൻപുട്ടും SGST ഇൻപുട്ടും സെറ്റ് ഓഫ് ചെയ്തിട്ട്
രണ്ടിലും 47,750 ഇല്ലേ ബാലൻസ്? അപ്പൊ കൂടുതലുണ്ടല്ലേ ഇൻപുട്ട്. അപ്പോൾ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് ഉണ്ടോ കാൽക്കുലേഷൻ? അങ്ങനെയല്ലേ? നോക്കട്ടെ. ഒന്നുകൂടെ ചെയ്യാം. അപ്പൊ ഇവിടെ എത്രയായിരുന്നു എമൗണ്ട്? അപ്പൊ ആദ്യം എന്ത് ചെയ്തു? ഇതിനേക്കാൾ എമൗണ്ട് വരുമല്ലോ രണ്ടും കൂടെ കൂട്ടുമ്പോൾ അല്ലേ? 80,000 സംതിങ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ കൂട്ടി മൈനസ് ആക്കി മിസ്റ്റേക്ക് ആണ്. ഒന്നുകൂടെ ചെയ്യാം. ആദ്യം 60,300 ആണ് ഉള്ളത് IGST ഔട്ട്പുട്ട്. CGST ഇൻപുട്ട് ക്ലെയിം എടുത്തു അല്ലേ? മൈനസ് 47,750 ക്ലെയിം ചെയ്തു. ബാക്കി അപ്പൊ എത്രയുണ്ട് ഇവിടെ? ഇവിടെ ബാക്കി ഇൻപുട്ട് വരുമല്ലേ ഇവിടെ? യെസ്, അത് ശരിയാ. അതായത് 35 ഇവിടെ എമൗണ്ടാണ് വരുന്നത് അല്ലേ? 12,550 കിട്ടും. ഇവിടെ 0 ആയി പോയി. then ബാക്കി ഇവിടെ 12,550 മൈനസ് 40,450 അല്ലേ? അതായത് 35 ബാക്കി ഇൻപുട്ടാണ് വരുന്നത് അല്ലേ? ശരിയാ. ഔട്ട്പുട്ട് 0 ആയി പോകും. ഓക്കെ അല്ലേ? ഓക്കെ. യെസ്. അപ്പൊ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് കംപ്ലീറ്റ് എന്തായി? 0 ആയി പോയി. ഇൻപുട്ടിൽ SGST ഇൻപുട്ട് ബാക്കിയുണ്ട്. ഇത് നമുക്ക് എന്തായാലും ഈ നെക്സ്റ്റ് മന്തിന്റെ ഓപ്പണിംഗ് ഇൻപുട്ടായി മാറും. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഈ ബിസിനസ് സ്ഥാപനത്തിന് ഈ മാസം ക്യാഷ് ആയിട്ട് അടയ്ക്കേണ്ടി വന്നത് RC ലയബിലിറ്റി മാത്രമേ ഉള്ളൂ. ടാക്സ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഓക്കെ ആണോ? സർ, വേറൊരു ഡൗട്ട് ചോദിച്ചിട്ട്, ഒരു ജനറൽ ഡൗട്ട്. നമ്മളിപ്പോ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ചെയ്യുമ്പോഴേ, ഇപ്പൊ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് സപ്ലൈ ചെയ്യുമ്പോ ആ ടാക്സ് തമിഴ്നാടല്ലേ കളക്ട് ചെയ്യാ? നമ്മൾ തമിഴ്നാടിക്ക് സപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അല്ലേ സപ്ലയർ? നമ്മൾ കളക്ട് ചെയ്യും ടാക്സ് കസ്റ്റമറിൽ നിന്ന് അല്ലേ? അല്ല. ഹലോ, പറയൂ, കേൾക്കാം. അല്ല, ശരിക്കും അപ്പോ എന്തോ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് അങ്ങനെ എന്തോ അല്ലേ ഈ GST? അപ്പോ തമിഴ്നാടല്ലേ? അങ്ങനെയല്ല. അല്ല. ടാക്സിന്റെ സ്റ്റേറ്റ് റവന്യൂ പോകുന്നത് കൺസ്യൂംഡ് സ്റ്റേറ്റ് ആയ തമിഴ്നാടുക്കാണ്. ഓക്കെ, തമിഴ്നാട്ടിലുള്ള കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കേരളത്തിലുള്ള നമ്മൾ ടാക്സ് കളക്ട് ചെയ്യും. ആ ടാക്സ് ആണ് IGST. ആ ടാക്സ് നമ്മൾ എന്ത് ചെയ്യും? സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കും. സെൻട്രൽ എന്ത് ചെയ്യും? അതിനകത്തുള്ള CGST അവരെടുത്തിട്ട് അതിനകത്ത് ബാക്കിയുള്ള SGST സ്റ്റേറ്റ് റവന്യൂ എന്ത് ചെയ്യും? തമിഴ്നാടിന് കേന്ദ്രം കൊടുത്തോളും. ആലോചിക്ക് കേട്ടോ. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് തന്നെയല്ലേ അത്? നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് ആണല്ലോ IGST. അതല്ലേ നമ്മൾ IGST ഔട്ട്പുട്ട് ആയിട്ട് കേന്ദ്രത്തിന് കൊടുത്തേ. ക്ലിയർ അല്ലേ? ഓക്കെ. സാറേ, RCM ലയബിലിറ്റിയുടെ കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പം ഏപ്രിൽ മാസത്തില് നമ്മുടെ RCM ലയബിലിറ്റി അടച്ചു. അതേ മാസത്തിൽ തന്നെയാണോ അത് ക്ലെയിം ചെയ്യുന്നതും, അതോ പിറ്റേ മാസമാണോ? മെയ് മാസത്തിലാണോ ക്ലെയിം ചെയ്യുന്നത്? ആ മന്തിനെ ക്ലെയിം ചെയ്യാം. അപ്പൊ പ്രാക്ടിക്കലി നമ്മൾ 3Bയിലാണ് ചെയ്യുന്നത്. 3Bക്കകത്ത് നമ്മൾ എന്ത് ചെയ്യും? ലൈബിലിറ്റിയില് RCM എമൗണ്ട് കൊടുക്കും. ദെൻ ഇൻപുട്ട് എന്ന ഏരിയ ഉണ്ട്, അതിനകത്തും ഈ എമൗണ്ട് കൊടുക്കും. ശരിക്കും പ്രാക്ടിക്കലി നോക്കുമ്പോൾ എന്ത് ചെയ്യത്തില്ല? ആദ്യം അടയ്ക്കില്ല. ആദ്യം ക്ലെയിം എടുക്കും, ദെൻ അവസാനം അടയ്ക്കും. കാരണം 3Bക്കകത്ത് ഇത് അടയ്ക്കാതെ ഫയൽ ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അടയ്ക്ക് മുമ്പ് തന്നെ ക്ലെയിമായി കാണിക്കും. സോ മനസ്സിലായി? ആലോചിക്കും കേട്ടോ. അങ്ങനെ ആ മന്ത് തന്നെ ക്ലെയിം ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പോ ഫോർവേഡ് ചാർജ് ആണെങ്കിൽ എന്താ? ആ മന്ത് സപ്ലറിന് കൊടുക്കുന്നു, ആ മന്ത് ക്ലെയിം ചെയ്യുന്നില്ലേ? അതേ ലോജിക്ക്. ക്ലിയർ? സപ്ലറിന് കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ, ശരി. പിന്നെ ഒരു ഡൗട്ട്. പറയൂ. ഹലോ. കേൾക്കാം. നമ്മള് നമുക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റാത്ത നമ്മൾ അടച്ച CGSTയും SGSTയും GSTR 2Aയിലും 2Bയിലും കാണിക്കുമോ? അത് ഉറപ്പായിട്ടും. നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മൾ മോട്ടോർ വെഹിക്കിൾ പർച്ചേസ് ചെയ്തു, അതിന്റെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പാടില്ല എന്നാണ് റൂള് 17(5) പ്രകാരം. പക്ഷെ നമ്മൾ ആ മോട്ടോർ വെഹിക്കിൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ GST നമ്പർ കൊടുത്തു, സപ്ലർ നമുക്ക് B2B ബിൽ ഇഷ്യൂ ചെയ്തു എങ്കിൽ ആ സപ്ലർ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? അവരുടെ GSTR 1 ആ സെയിൽ കാണിക്കും. അങ്ങനെ കാണിച്ചാൽ ആ ഇൻപുട്ട് നമ്മുടെ GSTR 2Aയിലും വരും, നമ്മുടെ GSTR 2Bയിലും വരും. നമ്മൾ എന്ത് ചെയ്യണം? ആ വന്നത് ക്ലെയിം ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യുക? അത് 2A 2Bന്ന് വന്ന കാര്യം നമ്മുടെ GSTR 3B ഫയലിംഗ് സമയത്ത് അത് ഓട്ടോമാറ്റിക് വരും 3Bയില്. നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്യുക.
ക്ലെയിം ചെയ്യാൻ പാടില്ല. അങ്ങനെ ക്ലിയർ അല്ലേ? അപ്പോ ശരി ശരി. 2A to അപ്പൊ അത് ഉപയോഗമില്ല. നമുക്ക് എന്താ? അപ്പൊ സ്പെസിഫിക് ആയിട്ട് നമുക്ക് അത് അറിയാൻ പറ്റുമല്ലേ ഇപ്പൊ ഉറപ്പായിട്ടും. കാറിന്റെ ആണെന്ന്? അതെ, നമുക്ക് ആ പർച്ചേസ് ബില്ലുണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ 75 പർച്ചേസ് ഡീറ്റെയിൽസ് അറിയണമല്ലോ. ഏതൊക്കെ ക്ലെയിം ചെയ്യാം, ഏതൊക്കെ ക്ലെയിം ചെയ്യാൻ പാടില്ല എന്ന് അറിയണമല്ലോ. അപ്പൊ നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് തീരുമാനിക്കാൻ പറ്റൂ. അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് ക്ലെയിം എടുത്തു പോകും. ക്ലിയർ? അപ്പൊ അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നിങ്ങൾക്ക് അത് ഓക്കേക്ക് മാറ്റുന്നേ. ക്ലിയർ അല്ലേ? യെസ്. ഈ ഓട്ടോമൊബൈൽ വെഹിക്കിൾസ് നമ്മുടെ ഈ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയുടെ അതെ, ഗുഡ്സ് ഇപ്പൊ ട്രാൻസ്പോർട്ട് ഗുഡ്സ് ചെയ്യുന്ന ട്രാൻസ്പോർട്ട് വാങ്ങിച്ചാൽ ചെയ്യാൻ അതിന്റെ വേണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ടും ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ക്ലെയിം വാഹനം ചെയ്യാം. മേടിച്ചാൽ ക്ലെയിം ചെയ്യാം. ദെൻ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി വാഹനം വാങ്ങിച്ചാൽ ക്ലെയിം ചെയ്യാൻ പാടില്ല. പക്ഷേ ഓക്കെ. ആ വാഹനത്തിന് സീറ്റിന്റെ എണ്ണം 13-ന് മുകളിലാണെങ്കിൽ ക്ലെയിം ചെയ്യാം. ഒരു സ്കൂള് ക്ലെയിം ചെയ്യാം. ബസ് മേടിച്ചു, ക്ലെയിം ചെയ്യാം. ഇതിനടുത്ത് ചെയ്യാം. ഒരു മൂന്ന് പേരുണ്ട്, അവർക്ക് 13-ന് ബിലോ ആണെങ്കിലും ക്ലെയിം ചെയ്യാം. ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂള് ഒരു കാർ വാങ്ങിച്ചു, ക്ലെയിം ചെയ്യാം അല്ലെ? ഒരു ടൂറ്, നമ്മുടെ ഇതില്ലേ ട്രാവൽസ്, അവര് മേടിച്ചു റെന്റേ കാർ, അവർക്ക് കാർ ക്ലെയിം ചെയ്യാം. ദെൻ നമ്മുടെ ഷോറൂം ഒക്കെ ഇല്ലേ, എന്താ ചെയ്യുന്നത്? വണ്ടി വാങ്ങിച്ച് വിൽക്കുകയല്ലേ, അവർക്കും ക്ലെയിം ചെയ്യാം. അല്ലാത്ത കേസ് പറ്റില്ല കേട്ടോ. 13-ന് മേലെയാണെങ്കിൽ ക്ലെയിം ചെയ്യാം. ആലോചിക്കുക. ഒരു കമ്പനിയിലെ ഒരു ഡയറക്ടർക്ക്, കമ്പനിയുടെ പേരിൽ ഒരു ഡയറക്ടർക്ക് വണ്ടി മേടിച്ചാൽ, ഡയറക്ടറുടെ യൂസിന് വണ്ടി മേടിച്ചാലും അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇല്ല. ഓക്കെ. ഇല്ല. ഓക്കെ. ആ വാഹനത്തിന് കാർ 13 ml സീറ്റ് ഉണ്ടെങ്കിൽ ക്ലെയിം ചെയ്യാം. ഓക്കെ. ഇത് എവിടെ പറയുന്നു? സെക്ഷൻ 17 സബ്സെക്ഷൻ 5-ൽ പറയുന്നു. ക്ലിയർ? ഓക്കെ. ഓക്കെ. സർ, ഓ, നമ്മൾ 13 സീറ്റിന് മേളിലാണെങ്കിൽ ഏത് കേസിലാണെങ്കിലും ക്ലെയിം ചെയ്യാം അല്ലെ? ഉറപ്പായിട്ടും 13-ന് മേൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, ഡ്രൈവിംഗ് സീറ്റ് ഉൾപ്പെടെ 13-ന് മേൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യാം. അവിടെ വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല കേട്ടോ. ഓക്കെ, ശരി. ഓ, ഹലോ. പറയൂ. അത് നമ്മളിപ്പോ ഓഫീസിലാണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സ്റ്റേഷനറി അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളത്, ഇപ്പൊ കമ്പ്യൂട്ടർ അങ്ങനെയുള്ള അസറ്റ്സും ഒക്കെ വാങ്ങിക്കഴിഞ്ഞാലൊക്കെ അതും ITC ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യാം. നമ്മുടെ സ്ഥാപനം ഇപ്പൊ ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ട്, മൊബൈൽ ഷോപ്പിലേക്ക് മൊബൈൽ മേടിക്കുന്നു സെയിലാക്കാൻ വേണ്ടിയല്ലേ. ആ മൊബൈലിന്റെ ഇൻപുട്ട് ക്ലെയിം ചെയ്യുന്ന പോലെ ആ മൊബൈൽ ഷോപ്പിൽ ഒരു AC മേടിച്ചു, ക്ലെയിം ചെയ്യാം. അല്ലേ? അതുപോലെ ഇപ്പോ മൊബൈൽ ഷോപ്പിൽ ഇപ്പൊ ഒരു കമ്പ്യൂട്ടർ മേടിച്ചു, ക്ലെയിം ചെയ്യാം. ഇപ്പൊ ഒരു കാൽക്കുലേറ്റർ മേടിച്ചു, ക്ലെയിം ചെയ്യാം. അല്ലെ? ഇപ്പൊ ഒരു പ്രിന്റർ മേടിച്ചു, ക്ലെയിം ചെയ്യാം. A4-ന്റെ ഒരു ബണ്ടിൽ പേപ്പർ മേടിച്ചു, ക്ലെയിം ചെയ്യാം. സ്റ്റേഷനറി ഐറ്റംസ് ക്ലെയിം ചെയ്യാം കേട്ടോ. ക്ലിയർ? റെന്റ് കൊടുത്തു, ക്ലെയിം ചെയ്യാം. ഇങ്ങനെ ലിമിറ്റ് ഒന്നുമില്ല, എത്ര എമൗണ്ട് അങ്ങനെ ഒന്നുമില്ല അല്ലെ? അങ്ങനൊന്നുമില്ല. എത്ര കോടികളാണെങ്കിലും നമുക്ക് ആ മന്ത് തന്നെ ക്ലെയിം ചെയ്യാം. പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഓക്കെ, ചെറിയ എമൗണ്ട് ആണെങ്കിൽ കൂടി ക്ലെയിം ചെയ്യാം അല്ലെ? എത്ര ചെറുതാണെങ്കിലും ക്ലെയിം ചെയ്യാം. ഇപ്പൊ ബാങ്കിന്റെ ചാർജ് ഇല്ലേ, ബാങ്ക് ചാർജിൽ ഇൻപുട്ട് GST ഇൻക്ലൂഡ് ആണ്. അത് ഇൻക്ലൂസീവ് എമൗണ്ട് ആയിട്ടാണ് പിടിക്കുന്നത് ബാങ്ക് ചാർജ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ ടോട്ടൽ ഒരു മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് ടോട്ടൽ എത്ര ബാങ്ക് ചാർജ് വന്നു, ആ എമൗണ്ടിനകത്ത് 18% GST ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? ടോട്ടൽ ഇപ്പൊ ഒരു 9,000 രൂപ ആണ് ബാങ്ക് ചാർജ്. അപ്പൊ 9,000 രൂപയ്ക്കകത്ത് 18% GST ഉണ്ട്. ഈ 9,000 രൂപ എന്ന് പറയുമ്പോൾ 118% അസ്യൂം ചെയ്ത് അതിനകത്തുള്ള 18% എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാം. ക്ലിയർ? ഓക്കെ. ആ ലോജിക്ക് കേട്ടോ. ശരി, ഓക്കെ. ഏതാ പറഞ്ഞോ? RCM ലയബിലിറ്റി എന്ന് വെച്ചാൽ എന്താ? അതെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണേ? അതായത് ഇപ്പോ താങ്കൾ ഇപ്പോ ചില ഒരു 2-3 കുറച്ച് കേസ് ഉണ്ട്. ഇപ്പോ ഈ താങ്കൾക്ക് സാധാരണ ഫോർവേഡ് ചാർജ് ഓക്കെ ആണോ? പറയൂ, ഫോർവേഡ് ചാർജ് ഓക്കെ ആണോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഫോർവേഡ് ചാർജ് ഓക്കെ ആണോ? അതെ. ഓക്കെ. അതായത് ഇപ്പൊ താങ്കൾ രജിസ്റ്റേർഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? താങ്കളുടെ ഗുഡ്സോ സർവീസോ കസ്റ്റമർക്ക് സെയിൽ ചെയ്യും, കസ്റ്റമറിന് ടാക്സ് എമൗണ്ട് മേടിക്കും, ശരിയല്ലേ? അതെ. അപ്പൊ ആ ടാക്സ് താങ്കൾക്ക് എന്താണ്? ഔട്ട്പുട്ട് ടാക്സ് ആണ്.
താങ്കളത് ഗവൺമെന്റിന് അടയ്ക്കണം. ഇനി താങ്കളുടെ കസ്റ്റമർ എന്ത് ചെയ്യും? താങ്കൾക്ക് നൽകിയ ടാക്സ് കസ്റ്റമറിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താ? ഇൻപുട്ട് ടാക്സ് ആണ് അല്ലെ? അത് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ. എന്നാൽ താങ്കൾ ചില ടൈപ്പ് സപ്ലൈ നടത്തുമ്പോൾ, എല്ലാത്തിനല്ല, ചില ടൈപ്പ് സപ്ലൈക്ക് മാത്രം താങ്കൾ എന്ത് ചെയ്യാൻ പാടില്ല? കസ്റ്റമറെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ ആണോ? ഓക്കെ. അതെ. അപ്പോ അതിന്റെ ടാക്സ് ആ കസ്റ്റമർ താങ്കൾക്ക് തരാതെ കസ്റ്റമർ നേരിട്ട് ഗവൺമെന്റിന് അടയ്ക്കും. ഓക്കെ ആണോ? സെക്യൂരിറ്റി സർവീസസ് ചാർജ് പോലെ. സെക്യൂരിറ്റി സർവീസ്, GTA സർവീസ്, അഡ്വക്കേറ്റ് സർവീസ്, അങ്ങനെ അത് സെക്ഷൻ 9 സബ്സെക്ഷൻ 3 പറയുന്നത്. ക്ലിയർ? അപ്പൊ അങ്ങനെ അതപ്പോ താങ്കൾക്ക് ഔട്ട്പുട്ട് വരേണ്ടതാണ് ശരിക്കും. ആ ഔട്ട്പുട്ട് താങ്കൾ അടയ്ക്കാതെ ഇപ്പൊ ആരടയ്ക്കുന്നേ? കസ്റ്റമർ തന്നെ അടയ്ക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ ഔട്ട്പുട്ട് ടാക്സ് താങ്കൾ അടച്ചാലും ഈ കസ്റ്റമർ അടച്ചാലും ഇൻപുട്ട് ആയിട്ട് ആർക്ക് ക്ലെയിം കിട്ടും? കസ്റ്റമർക്ക്. ക്ലിയർ? അതാ ഇവിടുത്തെ ലോജിക്ക്. ഇവിടെ GTന്റെ സർവീസ് റിസീവ് ചെയ്തു, പക്ഷെ GTക്ക് എന്ത് കൊടുത്തില്ല? ടാക്സ് കൊടുത്തില്ല. ആ ടാക്സ് റിസീപ്റ്റിന്റെ നമ്മൾ RCM ആയിട്ട് അടയ്ക്കുന്നു ഈ എമൗണ്ട് കേട്ടോ. അടച്ചു നമ്മൾ ഇൻപുട്ട് ക്ലെയിം എടുക്കുന്നു. ആ ലോജിക്ക് കേട്ടോ. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. അപ്പൊ ഈ കസ്റ്റമർ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ നമുക്ക് ഇത് അപ്ലിക്കബിൾ ആണോ? ഇപ്പൊ താങ്കൾ രജിസ്റ്റേർഡ് ആണ് അല്ലെ? താങ്കൾ കസ്റ്റമർ അൺരജിസ്റ്റേർഡ് ആണ് ഉദ്ദേശിക്കുന്നത്? അതോ കസ്റ്റമർ അൺരജിസ്റ്റേർഡ് ആണ്, നമ്മൾ രജിസ്റ്റേർഡ് ആണ്. അതെ. അങ്ങനെയാണെങ്കിൽ എന്താ ചോദ്യം? എന്താ ഈ RCM അപ്ലിക്കബിൾ ആണോന്ന്? ഇപ്പോ താങ്കൾ കസ്റ്റമർ അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ ഇപ്പൊ നമ്മള് ട്രാൻസ്പോർട്ടർ അൺരജിസ്റ്റേർഡ് ആണ്, നമ്മള് രജിസ്റ്റേർഡ് ആണ്. ഇപ്പൊ ഈ എക്സാമ്പിൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഈ എക്സാമ്പിൾ എന്താ? നമ്മൾ ട്രാൻസ്പോർട്ടർ അൺരജിസ്റ്റേർഡ്, നമ്മൾ രജിസ്റ്റേർഡ് ആണല്ലോ. അപ്പൊ ട്രാൻസ്പോർട്ടറിന്റെ സർവീസ് നമ്മളല്ലേ റിസീവ് ചെയ്തേ? അതെ. അപ്പൊ നമ്മൾ RCM അടയ്ക്കുന്നു, ക്ലെയിം എടുക്കുന്നു. ട്രാൻസ്പോർട്ടർ കളക്ട് ചെയ്തിട്ട് ഗവൺമെന്റ് അടക്കൂല, നമ്മൾ തന്നെ കളക്ട് ചെയ്തിട്ട് അടക്കേണ്ടി വരും. ട്രാൻസ്പോർട്ടർക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. ട്രാൻസ്പോർട്ടർക്ക് ഒന്നുകിൽ FCM ആകാം, അല്ലെങ്കിൽ RCM ആകാം. ട്രാൻസ്പോർട്ടർ FCM ആണെങ്കിൽ നമ്മൾ 12% GST ട്രാൻസ്പോർട്ടറിന് കൊടുക്കും. അത് ട്രാൻസ്പോർട്ടർ അടയ്ക്കും, നമ്മൾ അത് ഇൻപുട്ട് ക്ലെയിം എടുക്കും. ട്രാൻസ്പോർട്ടർ RCM ആണ് ചൂസ് ചെയ്തെങ്കിൽ 5% മാത്രം നമ്മൾ അടച്ച് നമ്മൾ ക്ലെയിം എടുക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ട്രാൻസ്പോർട്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂല് FCM ആണെങ്കിൽ 12, RCM ആണെങ്കിൽ 5 കേട്ടോ. ക്ലിയർ? യെസ്. ഇവിടെ പിന്നെ എടുത്ത് പറയുന്നുണ്ട് ട്രാൻസ്പോർട്ടർ അൺരജിസ്റ്റേർഡ് ആണ് കേട്ടോ. ഓക്കെ. പിന്നെ സാർ, ഈ RCM നമ്മള് GSTR 1 കാണിച്ചിട്ട് നമ്മളത് മാനുവലായിട്ട് നമ്മൾ 3B ക്ലെയിം ചെയ്യണം, അല്ലാണ്ട് ഓട്ടോമാറ്റഡ് ആയിട്ട് വരില്ല. നമ്മുടെ ഈ RC ലൈബിലിറ്റി നമ്മൾ GSTR 1 കാണിക്കണ്ട. കാരണം ഇത് നമ്മുടെ സെയിൽസ് ബന്ധപ്പെട്ട ലൈബിലിറ്റി ആണോ? അല്ല, നമ്മുടെ പർച്ചേസ് ആണല്ലോ ഇത് അല്ലെ? ഇത് ഇൻവേർഡ് സപ്ലൈ അല്ലേ? നമ്മുടെ പർച്ചേസ് ആണ്. അപ്പൊ നമ്മൾ GSTR 1 ഈ RCM ഒരു ബന്ധവുമില്ല. നമ്മൾ GSTR 3Bക്കകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ 3B എടുക്കുമ്പോൾ നമ്മുടെ GSTR 1 നിന്നും സെയിൽസും ഔട്ട്പുട്ടൊക്കെ ഓട്ടോമാറ്റിക് വന്നിരിക്കും. ആ വന്ന 3Bക്കകത്ത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ RC ലൈബിലിറ്റി മാനുവൽ ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ? ദെൻ അതിൽ ഇൻപുട്ടിന്റെ കോളത്തിൽ പോയിട്ട് ഈ എമൗണ്ട് ഇൻപുട്ടിൽ കാണിക്കുക. അത്രേ ഉള്ളൂ. ക്ലിയർ? ഓക്കെ. സോ നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് മൺഡേ പഠിക്കാം. സോ ഒരു ഡൗട്ട് ഉണ്ട്, കോമൺ ആയിട്ടുള്ളത്. ഇത് നമ്മൾ GST നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു 5 പ്രോഡക്റ്റിന് എന്താണല്ലോ എടുക്കുന്നത് GST? മനസ്സിലായില്ല? എങ്ങനെ GST ഇപ്പൊ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോഴത്തേക്ക് ഇപ്പൊ 4-5 പ്രോഡക്റ്റുകൾ കാണിക്കുമല്ലോ നമ്മൾ ഡീൽ ചെയ്യുന്ന? മനസ്സിലായില്ല. എവിടെ കാണിക്കും? GST സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോഴത്തേക്ക്, രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ അല്ലേ? രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ അതിനകത്ത് HSN കോഡ് എന്താ ഏരിയ കൊടുക്കുമ്പോൾ 5 കമ്മോഡിറ്റിന്റെ പേര് കൊടുക്കാൻ പറയും അല്ലേ? അതിൽ ഉദ്ദേശിക്കുന്നേ? കൊടുക്കാൻ പറയും.
അപ്പം നമ്മൾ അത് ഒരു ബിസിനസ് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വേറൊരു ബിസിനസ്സും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ. ഒരു അപ്പൊ അന്നേരം നമുക്ക് ഇത് എങ്ങനെ ഇത് ആഡ് ചെയ്യാൻ പറ്റുമോ? രജിസ്ട്രേഷൻ നമുക്ക് അവൻമെന്റ് എപ്പോഴും ചെയ്യാം, മാറ്റം വരുത്താം. അല്ല, ഈ ക്ലിയർ? മാറ്റം വരുത്താം. ഈ 5 എണ്ണം ഉറപ്പായിട്ടും പറ്റും. അല്ലെ 5 എണ്ണം ആറാമത്തെ അല്ല, നമുക്കവിടെ മിനിമം 5 കൊടുക്കണമല്ലേ പറയുന്നത്. ഇവിടെ നമുക്ക് 6 കൊടുക്കാം. ക്ലിയർ അല്ലേ? അതിനുള്ള പ്രൊവിഷൻ ഉണ്ടോ? അമൻമെന്റിനകത്ത് നമുക്ക് ഗുഡ്സിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് പോകാം കേട്ടോ. ആഡ് ചെയ്യാൻ ഓപ്ഷൻ അവിടെ ഉണ്ട്. ക്ലിയർ? ഇപ്പൊ നമ്മളിപ്പോ സെയിലിന് വേണ്ടി ഇത് എടുത്തു. അപ്പൊ നമ്മൾ അടുത്ത് ചെയ്യുന്നത് ഒരു സർവീസ് സെക്ടറാണ്. ഓക്കെ. സർവീസ് സെക്ടറും ഇത് സെയിൽസും സർവീസ് സെക്ടറും കൂടെ ഒരുമിക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും, ഒരു പ്രോബ്ലം ഇല്ല. ക്ലിയർ അല്ലേ? യെസ്. കോമ്പോസിഷൻ സ്കീം ആണെങ്കിൽ മാത്രമാണ് ഒരു പരിമിതി അവിടെ ഉണ്ട്. അങ്ങനെ സ്കീം ആണെങ്കിൽ, റെഗുലർ ആണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. ക്ലിയർ? ഓക്കെ, ശരി. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് മൺഡേ പഠിക്കാം.